നമസ്കാരം. ഒരു വീടിന്റെ എല്ലാ ദിശകളും പ്രകൃതിയുടെ 5 ഘടകങ്ങളായ വായു, ജലം, അഗ്നി, ഭൂമി, ആകാശം എന്നിവയാൽ നിയന്ത്രിക്കപ്പെടുന്നതാകുന്നു. വാസ്തുപ്രകാരം ഭക്ഷണം കഴിക്കുമ്പോൾ ഒരാൾ ഇരിക്കുന്ന ദിശ അയാളുടെ ആരോഗ്യത്തെയും ശരീരത്തെയും അനുകൂലമായും പ്രതികൂലവുമായും ബാധിക്കും എന്ന് പരാമർശിക്കുന്നു. സന്തോഷകരവും ആരോഗ്യകരവുമായ ജീവിതം നയിക്കുവാൻ ഒരാൾ ഭക്ഷണം കഴിക്കുമ്പോൾ അഭിമുഖീകരിക്കേണ്ട കൃത്യമായ ദിശ ഏതാണ് എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ, ഈ അധ്യായത്തിലൂടെ മനസ്സിലാക്കാം. വാസ്തുശാസ്ത്ര പ്രകാരം ഒരു വ്യക്തി ആഹാരം കഴിക്കാൻ ഇരിക്കുന്നതായ ദിശ ഒരാളുടെ ആരോഗ്യത്തിനും ശരീരത്തിനും നല്ലതോ അല്ലെങ്കിൽ അനുകൂലമായോ ചീത്തയായോ ഫലങ്ങൾ പ്രദാനം ചെയ്യുന്നതാണ്. നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് ആശങ്കയുണ്ട് എങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോൾ ദിശകൾ ഉണ്ടാക്കുന്ന ആ അപകടകരമായ കാര്യങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടതും അനിവാര്യം തന്നെയാകുന്നു. വാസ്തുശാസ്ത്ര പ്രകാരം നോക്കുമ്പോൾ ഒരു വ്യക്തി കിഴക്കോട്ട് അഭിമുഖമായി ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങളുടെ തലച്ചോറിന് ഊർജം ലഭിക്കുകയും ദഹനം മെച്ചപ്പെടുകയും ചെയ്യുന്നു എന്നാണ് പരാമർശം. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ദഹനമാണ് ശരീരത്തിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും മൂല കാരണം. അതിനാൽ എപ്പോഴും ഈ ദിശയിൽ ഇരുന്ന് വേണം നിങ്ങൾ ഭക്ഷണം കഴിക്കുവാൻ. ദഹന വ്യവസ്ഥ ദുർബലമായവർക്ക് കിഴക്ക് ദിശയാണ് ഏറ്റവും അനുയോജ്യം എന്നാണ് പറയുക. ആയുർവേദ ഗ്രന്ഥങ്ങൾ പ്രകാരം നോക്കുമ്പോഴും കിഴക്കോട്ട് അഭിമുഖമായി ഇരുന്ന് ഭക്ഷണം കഴിക്കുവാൻ നിർദ്ദേശിച്ചിട്ടുള്ളതാകുന്നു. ഇത് ദീർഘായുസ് പ്രദാനം ചെയ്യും എന്നാണ് പറയുക. ഭക്ഷണം കഴിക്കുമ്പോൾ കിഴക്കോട്ട് അഭിമുഖീകരിക്കുന്നത് രോഗവും മാനസിക സമ്മർദ്ദങ്ങളും അകറ്റുന്നു എന്നും പരാമർശമുണ്ട്. ഭക്ഷണത്തിന്റെ ശരിയായ ദഹനത്തിന് ഇത് സഹായകരമാണ് എന്നുള്ളതാണ്. ലാഭത്തിന്റെ ദിശയായി കണക്കാക്കുന്നതിനാലും ഭക്ഷണം കഴിക്കുന്നതിനും ഇതൊരു നല്ല ദിശ തന്നെയാക്കുന്നു. നിങ്ങൾ പടിഞ്ഞാറോട്ട് അഭിമുഖമായി ഇരിക്കുമ്പോൾ അത് നിങ്ങളുടെ മനസ്സിനെ ചലിപ്പിക്കുന്നു എന്ന് പരാമർശിക്കുന്നു. വാസ്തുശാസ്ത്ര പ്രകാരം നോക്കുമ്പോൾ ഈ ദിശ ബിസിനസ്, തൊഴിൽ അല്ലെങ്കിൽ എഴുത്ത്, ഗവേഷണം, വിദ്യാഭ്യാസം എന്നീ മേഖലകളിലെ പ്രൊഫഷണലുകൾക്ക് ഏറ്റവും ഉത്തമമായി കണക്കാക്കപ്പെടുന്നതുമാണ്. പടിഞ്ഞാറ് ദിശയിലേക്ക് നോക്കി ഭക്ഷണം കഴിക്കുമ്പോൾ അത് നിങ്ങളുടെ ലാഭസാധ്യത വർദ്ധിപ്പിക്കുന്നു എന്നും വാസ്തുശാസ്ത്രം പരാമർശിക്കുന്നതാകുന്നു. കച്ചവടം ചെയ്യുന്നവരും ജോലി ചെയ്യുന്നവരും പടിഞ്ഞാറ് ദിശയിലേക്ക് നോക്കി ഭക്ഷണം കഴിക്കണം എന്നാണ് പറയുക. അറിവും പണവും അന്വേഷിക്കുന്നവർക്ക് ഈ ദിശ അനുയോജ്യവുമാണ്. നിങ്ങൾക്ക് പണവും അറിവും ആത്മീയ ശക്തിയും ലഭിക്കണം എങ്കിൽ വടക്കോട്ട് തിരിഞ്ഞ് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. വിദ്യാർത്ഥികൾക്കും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വ്യക്തികൾക്കും ഭക്ഷണം കഴിക്കാൻ വടക്ക് ദിശ കൂടുതൽ അനുയോജ്യവുമാണ്. കരിയറിന്റെ പ്രാരംഭഘട്ടത്തിൽ ഉള്ളവർക്ക് ഭക്ഷണം കഴിക്കുവാനും ഈ ദിശ നിർദ്ദേശിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഭക്ഷണം കഴിക്കാൻ ഇതാണ് ഏറ്റവും മോശമായ ദിശ, അതായത് മരിച്ചവരുടെ ദിശയാണ് തെക്ക് ദിശ. അതിനാൽ ഈ ദിശയിൽ ഭക്ഷണം നിങ്ങൾ കഴിക്കുന്നത് ഒഴിവാക്കണം എന്നാണ് നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത്. ഇത് യമരാജന്റെ ദിശ തന്നെയാകുന്നു. അതിനാൽ തന്നെ വാസ്തുശാസ്ത്രത്തിൽ ഇപ്രകാരം പരാമർശിക്കുന്നു. പ്രത്യേകിച്ചും മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ട് എങ്കിൽ ഈ ദിശയിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾ ഒരിക്കലും ആഹാരം കഴിക്കരുത് എന്നും പരാമർശിക്കപ്പെടുന്നതാകുന്നു. വാസ്തുശാസ്ത്ര പ്രകാരം ഊണുമുറി എപ്പോഴും വീടിന്റെ പടിഞ്ഞാറ് ദിശയിലായിരിക്കണം എന്നാണ് പരാമർശം. ഈ ദിശ ശുഭകരവും ലാഭകരവുമായി കണക്കാക്കപ്പെടുന്നതുമാണ്. ആളുകൾ ഈ ദിശയിൽ ഭക്ഷണം കഴിക്കുമ്പോൾ അത് നല്ല ആരോഗ്യം വളർത്തുന്ന
ഒരു കാര്യവുമായി മാറും. ഭക്ഷണത്തിനും മറ്റ് വിലയേറിയ വസ്തുക്കൾക്കും നിങ്ങൾക്ക് ഒരു കുറവും ഉണ്ടാകില്ല എന്നാണ് പറയുക. അതിനാൽ തന്നെ ഈ കാര്യങ്ങൾ നിങ്ങൾ ശരിയായ രീതിയിൽ ജീവിതത്തിൽ പ്രയോഗിക്കുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് കൂടുതൽ ശുഭകരമായ ഫലങ്ങൾ തന്നെ പ്രദാനം ചെയ്യുന്നതാണ്. എന്നാൽ ചില തെറ്റുകൾ നിങ്ങൾ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ഈ തെറ്റുകൾ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ ആ ഗുണകരമായ കാര്യങ്ങൾ പോലും നഷ്ടമാകുന്നതിന് കാരണമായി തീരും. നിങ്ങൾ ഈ തെറ്റ് ചെയ്യുന്നവരാണ് എങ്കിൽ തീർച്ചയായും ഇത്തരം തെറ്റുകൾ പൂർണ്ണമായും ഒഴിവാക്കുക. പല വീടുകളിലും ആവശ്യത്തിൽ കൂടുതൽ ആഹാരം പാചകം ചെയ്തു എന്ന് വരാം. എന്നാൽ ഇത്തരത്തിൽ പാടില്ല എന്നാണ് പറയുക. അതായത് ആവശ്യത്തിനുള്ള ഭക്ഷണമാണ് പാചകം ചെയ്യേണ്ടത്. ആഹാരം വെറുതെ കളയരുത് എന്നും പരാമർശിക്കപ്പെടുന്നതാകുന്നു. ഇപ്രകാരം ആഹാരം വെറുതെ കളയുന്നത് അത് നിങ്ങൾക്ക് ദോഷകരമായി ഭവിക്കും എന്നുള്ളതാകുന്നു. അതിനാൽ ആഹാരം മറ്റുള്ളവർക്ക് ദാനമായി നൽകുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായ ഫലങ്ങൾ കൊണ്ടുവരുന്നതിന് സഹായകരമായി തീരുകയും ചെയ്യും. മറ്റൊരു കാര്യം ചവിട്ടരുത് എന്നാണ്. അന്നത്തെ ഒരിക്കലും ചവിട്ടുവാൻ പാടുള്ളതല്ല. അറിയാതെ പോലും ഇപ്രകാരം ചെയ്യരുത് എന്നാണ് പറയുക. അത് മഹാലക്ഷ്മി കോപത്തിനും അന്നപൂർണേശ്വരി ദേവിയുടെ കോപത്തിനും കാരണമായി തീരും എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് തിരിച്ചടികൾക്കും മറ്റ് ദോഷകരമായ കാര്യങ്ങൾക്കും കാരണമായി തീരുകയും ചെയ്യും. ചിലർ ഇന്നത്തെ കാലത്ത് ബെഡിലിരുന്ന് ആഹാരം കഴിക്കുന്നവരാണ്. ഇത് പലർക്കും തെറ്റാണ് എന്ന് അറിയുന്നതല്ല. എന്നാൽ അത് തെറ്റാണ് എന്നുള്ളതാകുന്നു. അത് നിങ്ങൾ കഴിക്കുന്നതായ അന്നത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ്. രോഗികളാണ് ബെഡിലിരുന്ന് ആഹാരം കഴിക്കുക. അതിനാൽ അസുഖബാധിതരായ വ്യക്തികൾക്ക് ബെഡിലിരുന്ന് ആഹാരം കഴിക്കാവുന്നതുമാണ്. എന്നാൽ മറ്റു വ്യക്തികൾ ഇപ്രകാരം ചെയ്യുന്നത് സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയുടെ കോപത്തിനും അന്നപൂർണേശ്വരി ദേവിയുടെ കോപത്തിനും കാരണമാകും എന്നുള്ളതാകുന്നു. അതിനാൽ ഇത്തരത്തിൽ ബെഡിലിരുന്ന് ആഹാരം കഴിക്കുന്നത് നിങ്ങൾ പൂർണ്ണമായും നിങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ ഇത് പ്രായോഗികമാകുമോ എന്ന് ഏവർക്കും സംശയമുള്ള ഒരു കാര്യം തന്നെയാകുന്നു. എന്നിരുന്നാലും പൂർവികർ പരാമർശിക്കുന്നതായ കാര്യം അസമയത്ത് ആഹാരം കഴിക്കുവാൻ പാടില്ല എന്നുള്ളതാണ്. അപ്രകാരം കഴിക്കുന്നത് നിങ്ങൾക്ക് ശുഭകരമായി ഭവിക്കുന്നതല്ല. പ്രത്യേകിച്ചും രാത്രി 8 മണിക്ക് ശേഷം ആഹാരം കഴിക്കരുത് എന്നാണ് പറയുക. രാത്രി 8 മണിക്ക് മുൻപ് തന്നെ അത്താഴം കഴിക്കണം എന്നാണ് മുൻപ് കാരണവന്മാർ പരാമർശിച്ചിട്ടുള്ള കാര്യം. അത് നിങ്ങൾക്ക് സാധിക്കും എങ്കിൽ, അത് തുടർന്ന് പോരുകയാണ് എങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ ശുഭകരമായ ഫലം നിങ്ങൾക്ക് നൽകും എന്നുള്ളതാണ്. അതല്ല എങ്കിൽ പല രീതിയിലും കടബാധ്യതകൾ പോലുള്ള കാര്യങ്ങൾ വന്നു ചേരുന്നതിന് അത് കാരണമായി തീരും എന്നുള്ളതാകുന്നു. നിത്യവും അരി എടുക്കുന്നതായ സമയത്ത് ഒരൽപ്പം അരി അല്ലെങ്കിൽ ഒരു പിടി അരി നിത്യവും നിങ്ങൾ മാറ്റി വയ്ക്കുന്നതും മാസത്തിൽ ഒരിക്കൽ ഈ അരി ദാനമായി നൽകുകയും ചെയ്യുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് ഏറ്റവും ശുഭകരമായി ഭവിക്കും എന്നുള്ളതാണ്. ആ വ്യക്തികളുടെ ജീവിതത്തിൽ മഹാലക്ഷ്മി പ്രീതിയും അന്നപൂർണേശ്വരി ദേവിയുടെ അനുഗ്രഹവും കടന്നു വരുന്നതിന് സഹായകരമായി തീരും. അതിനാൽ നിത്യവും ഇപ്രകാരം ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്നതായ ചില പ്രശ്നങ്ങൾക്കും പരിഹാരം അല്ലെങ്കിൽ കൂടുതൽ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്നതിനും അന്നദാനം അല്ലെങ്കിൽ അരി ഇപ്രകാരം ദാനം ചെയ്യുന്നതിലൂടെ സാധിക്കും എന്നുള്ളതാണ്. ശുഭഫലങ്ങൾ തന്നെ നിങ്ങളിലേക്ക് പ്രവേശിക്കും. തീർച്ചയായും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് അത് നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ ശുഭഫലങ്ങൾ പ്രദാനം ചെയ്യും.